ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ലാസ്റ്റ് ടൈം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല റെസ്പോൺസ് അതിൽ കിട്ടിയിട്ടുണ്ടായിന്. മെയിനായിട്ട് വളരെ എമ്പത്തറ്റിക്കലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ കമൻറ്റ്സ് കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിന്. അതുപോലെ തന്നെ ആൾക്കാർ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. എങ്ങനെയാണ് ഇമോഷണലി സ്ട്രോങ് ആവുക, എങ്ങനെയാണ് UGC നെറ്റിന് പ്രിപ്പയർ ചെയ്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അങ്ങനെ ആ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു കമൻറ്റുള്ള റെസ്പോൺസാണ്. അപ്പോൾ കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ആൾക്കിപ്പോൾ ഒരു ജോബ് ഉണ്ട്, അത് കളഞ്ഞ് സെക്കൻഡ് മാരേജിലേക്ക് പോകുന്നതിനോടുള്ള എൻ്റെ അഭിപ്രായമാണ് ആൾ ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് മാരേജിലേക്ക് എങ്ങനെ പ്രിപ്പയർ ആയി എന്നുള്ളതും ചോദിച്ചിട്ടുണ്ടായിന്. അപ്പം ആദ്യം പറയാം, എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി എൻ്റെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതായത് എൻ്റെ ഞാൻ ചൈൽഡ്ഹുഡിൽ ഫേസ് ചെയ്തിട്ടുള്ള ട്രോമാസ്, വലുതായപ്പോഴുള്ള എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ചുറ്റും ഉണ്ടായ മനുഷ്യന്മാരുടെ അനുഭവങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും എൻ്റെ പെർസ്പെക്റ്റീവ് സെറ്റായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളെ തോട്ട്സ്, നിങ്ങളെ ചിന്താഗതിയൊക്കെ നിങ്ങളെ ജീവിതം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം പ്യുവർലി എനിക്ക് ശരിയായിട്ട് തോന്നിയതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. ഞാൻ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നതോ ആക്കുന്നതൊന്നും ഞാൻ കേൾക്കാൻ നിന്നിട്ടുണ്ടായില്ല. കാരണം അവരാരും എൻ്റെ ജീവിതം ജീവിച്ചിട്ടില്ല. അപ്പം ഞാൻ ജീവിച്ച എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഡിസിഷൻ എടുത്തിട്ടുണ്ടായത്. അൽഹംദുലില്ലാഹ് ഇതുവരെ ഇങ്ങനെ എത്തി. ഓക്കെ, അപ്പോൾ അതൊക്കെ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ഡിസിഷൻസും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പല ഡിസിഷൻസും പാളിപ്പോയോണ്ടാണ് ഞാനിപ്പോൾ റിയൽ ഡിവോഴ്സൊക്കെ സംഭവിച്ചത്. അപ്പോൾ എല്ലാം ശരിയാവണമെന്നില്ല. പക്ഷെ നമ്മൾ ലൈഫിലെ ഡിസിഷൻസ് നമ്മൾ തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്, വേറെ ആൾക്ക് എടുത്തുതരാൻ പറ്റൂല. അതാണ് അവിടെ ഒരു പോയിന്റ് പറയാനുള്ളത്. ഈവൻ ഈ ഡിവോഴ്സ് ആയാലും കൂടെ ഞാൻ ഡിസിഷൻ എടുത്താലും അതിനെ ആൾക്കാർ തടയാൻ വരുമ്പം അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവും. നമ്മളെടുത്ത ഡിസിഷൻ ശരിയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. അപ്പം ഡിസിഷൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്നതായിരിക്കണം. അത് കംപ്ലീറ്റ്ലി നമ്മളെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം. വേറൊരാളുടെ ജീവിതത്തിൽ കണ്ടിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ കഴിയില്ല, കാരണം അവരുടെ ജീവിതം വേറെ തന്നെയാണ്. ഇപ്പം ഞാനിപ്പം ജീവിക്കുന്നത് കണ്ണൂരാണ്. അപ്പോൾ നമ്മളെ ഉമ്മാൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം കമൻ്റ് ഇട്ട ആൾക്കാർ എങ്ങനെയാണെന്നറിയില്ല, നമ്മൾ ജീവിക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കും, ചിലപ്പോൾ പുറത്ത് ജില്ലയിലൊക്കെ ആണെങ്കിൽ, കണ്ണൂരല്ലെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ. അപ്പം ജോബൊക്കെ കളഞ്ഞ് സ്വന്തം വീടും വീട്ടുകാരൊക്കെ കളഞ്ഞിട്ട് ഹസ്ബൻഡ് വീട്ടിൽ പോയി നിൽക്കണം. അപ്പോൾ അവിടുന്ന് ജോബിന് പോകാനുള്ള അവസ്ഥ ഉണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. മേ ബി കണ്ണൂരായതുകൊണ്ടായിരിക്കും എനിക്ക് കുറേ കാര്യങ്ങൾ ഈസി ആയതെന്ന് ഞാനിപ്പം ചിന്തിക്കാറുണ്ട്. ഞാൻ വേറെ ജില്ലയിലൊക്കെ ആണെങ്കിൽ മേ ബി സർവൈവ് ചെയ്ത് ഇത്ര വരെ എത്തില്ലായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ട്രൈ ചെയ്യുകയും എൻ്റെ വീട്ടിലായതുകൊണ്ട് അവർക്ക് തടയാൻ പറ്റിയതുമാണ്. അപ്പം ഇപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ അതൊക്കെ ആര് തടയാൻ, പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടും രണ്ടാണ്. നമ്മൾ രണ്ടും രണ്ടല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്, എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഓരോ ജീവിതവും ഓരോ ജീവിതങ്ങളും. അപ്പം എനിക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് കണ്ണൂരായതുകൊണ്ട്. അപ്പം നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചൂസ് ചെയ്യാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് മാരേജ് കഴിക്കണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം നമുക്ക് തോന്നും ഒരു മനുഷ്യൻ സപ്പോർട്ടായിട്ട് ഉണ്ടാവാന്ന് പറയുന്നതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് തന്നെയാണ്. നമ്മളെ മനസ്സിലാക്കി കെയർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതും ഞാൻ പറയാൻ എനിക്ക് അറിയില്ല. അപ്പം എന്തായാലും ഞാൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. എവിടെ ആയാലും ഒരു ബേസിക്കായിട്ട് ഞാൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്കൊരു കരിയർ ഉണ്ടാവണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഒരാളെ പൈസ കണ്ടിട്ടോ അത് കണ്ടിട്ടോ ഞാൻ ജീവിക്കില്ല. എനിക്കുള്ളത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റണം. അതാണ് എനിക്ക് പോയ ചിന്താഗതി. അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഫിനാൻഷ്യലി ഇല്ലാത്തത് കൊണ്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്തത് കൊണ്ട്, ജോബ് ഇല്ലാത്തത് കൊണ്ടൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ലേൺ ചെയ്ത ഏറ്റവും വലിയ ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഈസ് എവരിത്തിങ് എന്നുള്ളത് തന്നെയാണ്. അന്ന് ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ഡിവോഴ്സിൻ്റെ ആ സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞത്, ഫിനാൻഷ്യലി നമുക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാത്തത്. കാരണം ഡിവോഴ്സിൽ നിന്നെ സപ്പോർട്ട് ചെയ്തിപ്പോൾ ഡിവോഴ്സിലായി കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്ക് ജീവിക്കണം. അപ്പോൾ മോളുണ്ട്, എനിക്ക് മോളെ വളർത്തണം, അപ്പോൾ നമുക്കൊന്നും ഫിനാൻസൊന്നും തരാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ. അതായത് ഇത് ഒരു തലയിലൊരു ബാധ്യത ആവൂലേ വിചാരിച്ചിട്ട്, ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ തലമേലൊരു ബാധ്യത അയക്കുമെന്ന് കൊണ്ട് വിചാരിച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏൺ ചെയ്യാന്നുള്ളതാണ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം.
അപ്പം എനിക്കത് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ഫിനാൻഷ്യലി തരാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഇമോഷണലി കൂടി സപ്പോർട്ട് ചെയ്യാതെ എന്നുള്ളത്. അപ്പോൾ അതാണ് ഡിവോഴ്സിൻ്റെ സമയത്ത് അധിക ലേഡീസും നേരിട്ടുണ്ടായ പ്രശ്നമായിരിക്കും ഇത്. ഈ മെയിനായിട്ട് ഹൗസ് വൈഫ്സ് ഭയങ്കര ഇഷ്യൂ ആണ് പൈസ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും പഠിച്ച വലിയൊരു പാഠം എന്ന് പറഞ്ഞാൽ മണി ഈസ് എവരിത്തിങ്. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ, നമ്മളെ കയ്യിൽ എന്താണുള്ളത് അതാ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കരിയറും ജോബും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനും തന്നെയാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത്. ഞാൻ ഒരു കോഴ്സ് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തോട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. എനിക്ക് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല, കാരണം അങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറോ അല്ലെങ്കിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളോ അല്ല. അപ്പോൾ ഒരാളെ അല്ല, ഓക്കെ. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റും, നിങ്ങൾ ക്ഷമിക്കുക. എന്നിരുന്നാലും ഈ ചോദിച്ച ആൾക്ക് ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സാണ്. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാനുണ്ട്. അതിൽ നിങ്ങൾക്ക് ഉള്ള ഉത്തരം ആ കോഴ്സിൽ ചിലപ്പോൾ ഉണ്ടാവും, ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ കോഴ്സ് എങ്ങനെയാണ്, ഒരു പക്ഷി, ഒരു മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി, അതിൻ്റെ ആ ഇരിക്കുന്ന കമ്പിലല്ല അതിൻ്റെ കോൺഫിഡൻസ്, അതിൻ്റെ 2 ചിറകുകളിലാണ്. അപ്പം ആ കമ്പ് ഒടിഞ്ഞു കഴിഞ്ഞാലും അതിന് പറന്നുയരാൻ പറ്റും എന്നുള്ള അതിൻ്റെ കോൺഫിഡൻസിലാണ് അത് ആ കമ്പിലിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ ആയിരിക്കണം നമ്മൾ, അതുപോലെ ആയി മാറണം, അതുപോലെ ആയി തീരണം. എന്നിട്ട് കല്യാണം കഴിക്കണം. അതായത് ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് ഫ്ലോപ്പായിട്ട് സെക്കൻഡ് മാരേജും ഫ്ലോപ്പായി തേർഡ് മാരേജിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മളെ ഹാൻഡിൽ നിൽക്കുന്നതല്ല. നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാം, ബാക്കി കുറച്ചൊക്കെ തവക്കൽത്തോ അല്ല പറഞ്ഞിട്ട് നമ്മൾ വിട്ടുകൊടുക്കും. അവിടെ വീണ്ടും അല്ല പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് നമ്മൾ അതും ഓവർ തിങ്ക് ചെയ്യും എന്തായാലും. അപ്പം ആ സമയത്ത് നമുക്ക് അത് മറികടക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം സ്ട്രോങ് ആയിട്ടുണ്ടാവണം. ഇമോഷണലി ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ടുണ്ടാവണം. അതിനുശേഷം മാത്രം കല്യാണം കഴിക്കുക. അതായത് ആ ഒരു കമ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പറന്നുയരാൻ പറ്റണം. അല്ലാണ്ട് നമ്മൾ ആ കമ്പിൻ്റെ കൂടെ അവിടെ വീണ് കഴിഞ്ഞാൽ വീണിടത്ത് തന്നെ കിടക്കും. ഒരു വീഴ്ചയും കഴിഞ്ഞ് രണ്ടാമത്തെ വീഴ്ചയും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പം നല്ലോണം ഒരു വീഴ്ചയിൽ തന്നെ നമ്മൾ കുറേ തകർന്നു, രണ്ടാമതൊരു വീഴ്ച വീഴുന്നെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകും. പിന്നെ ഒരു പറക്കലൊന്നും സാധ്യമല്ല. ഒരു വീഴ്ചയിൽ നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുക, എന്നിട്ട് പറന്നുയരാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മളെ വിങ്സിനെ നമ്മൾ സ്ട്രോങ് ആക്കി മാറ്റുക, നമ്മൾ സ്ട്രോങ് ആയി മാറുക. അതിന് ശേഷം നമ്മളിൽ നമ്മളെ ധൈര്യം ഉണ്ടാവണം. അത് ഫിനാൻഷ്യലി ആയാലും ഇമോഷണലി ആയാലും ഒക്കെ നമ്മളെ ധൈര്യം നമ്മളിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിന് ശേഷം ഒരു കമ്പിൽ പോയിരിക്കുക. അതൊരു സുഖമുള്ള ഏർപ്പാട്. ഓക്കെ, അതായിരിക്കും അതിൻ്റെ ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതാണ് എനിക്ക് ആൾക്ക് കൊടുക്കാനുള്ള മറുപടി. അപ്പം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളത്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. അപ്പം ഒരു ബേർഡിൻ്റെ എക്സാമ്പിളാണ് എനിക്ക് പറയാനുള്ള മറുപടി എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടെൻഷനും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അത് എല്ലാവർക്കും എളുപ്പമാകട്ടെ. എല്ലാവരും ഇനിയെങ്കിലും ഒരു സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ ആളത്രയും അനുഭവിച്ചിട്ടായിരിക്കുമല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരു സെക്കൻഡ് മാരേജിലൊന്നും ആർക്കും ഒരു പരീക്ഷണവും ഇല്ലാണ്ട് നിൽക്കട്ടെ. നല്ല എന്താ പറയുക, നല്ല ഹാപ്പി മാരേജ് ആയിട്ട് കെയറിങ് ആൻഡ് ലവിങ് ആയിട്ടുള്ള ഹസ്ബൻഡ് എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഹസ്ബൻഡ് കിട്ടട്ടെ. അപ്പം എന്താ പറയുക, ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് ടൈം എടുത്ത് ഒക്കെ എടുത്താൽ മതി. അതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ആ പക്ഷിനെ പോലെ നമ്മളെ ചിറകുകളിലായിരിക്കണം നമ്മൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ കല്യാണത്തിനൊക്കെ എൻ്റെ കോൺഫിഡൻസ് മൊത്തം ഹസ്ബൻഡിലാണ്. ഹസ്ബൻഡ് ഉണ്ടല്ലോ നോക്കാൻ, പിന്നെന്തിന് നമ്മൾ പഠിക്കണം, പിന്നെന്തിന് നമ്മൾ ജോബ് ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എന്നിട്ടും ഞാൻ PG ജോയിൻ ചെയ്യുമ്പോൾ എന്തിനാ, എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ അന്നേരം പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായത്. ഹസ്ബൻഡ് കൂടെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് അന്നേരം പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായത്. അന്നും ഞാൻ എനിക്ക് വേണ്ടി എടുത്ത ഡിസിഷൻ ആയിരുന്നില്ല. പക്ഷെ അതിന് ശേഷം ഡിവോഴ്സ് വന്നതിന് ശേഷമാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അതുവരെ അവൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ള തോട്ടിലൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായത്. അത്ര മണ്ടത്തരങ്ങൾ, അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ഇനി പാടില്ല. നമ്മൾക്ക് വേണ്ടിയിട്ടായിരിക്കണം പഠിക്കേണ്ടത്, നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം അധ്വാനിക്കേണ്ടത്, നമുക്ക് വേണ്ടിയിട്ടായിരിക്കണമല്ലോ. ആദ്യം സെൽഫ് ലവ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ വേണം. നമ്മളെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് തന്നെ, നമ്മളിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ
ലവ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതിലാണ് കൂടുതൽ ഭംഗി എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ഒരു സെൽഫ് റെസ്പെക്റ്റും ഇല്ല ഇതും ഇല്ലാണ്ട് ഒരു അതിനേക്കാളും ഭംഗി നമ്മൾ സെൽഫ് റെസ്പെക്റ്റോടെ സെൽഫ് ലവ് ചെയ്ത് നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു മാരേജിലേക്ക് കടന്ന് അതിൽ രണ്ടാളും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി സമാധാനം തോന്നലുണ്ട്. ഓക്കെ, അപ്പം എന്താ അതന്നെ. അപ്പം ഇത്രയൊക്കെ തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം സെക്കൻഡ് മാരേജിനെ കുറിച്ചിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തർ അവരവരെടുക്കേണ്ട ഡിസിഷനാണ്. അതിലൊന്നും നമുക്ക് കൂടുതൽ അഭിപ്രായം പറയാനൊന്നും ഇല്ല. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നമ്മളിൽ വിങ്സിലായിരിക്കണം നമ്മളെ ധൈര്യവും ബലവും. അത് കഴിഞ്ഞിട്ട് മാത്രം സെക്കൻഡ് മാരേജിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് പ്യുവർലി നമ്മളെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നിങ്ങൾക്ക് ശരി എന്താണോ അത് ചെയ്യുക. പക്ഷേ ഈ ഒരു കോഴ്സ് ഓർത്ത് വെക്കുക, നമ്മളെ ലൈഫിൻ്റെ ഒരു കോൺഫിഡൻസ് നമ്മളെ കൈമേലായിരിക്കണം. കംപ്ലീറ്റ്ലി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളിങ്ങനെ ജീവിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഒരിക്കൽ കണ്ടല്ലോ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച് നമ്മൾ ആ ഒരു സ്വപ്ന കൂമ്പാരം ഒക്കെ തീർത്ത് എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടിഞ്ഞ് വീണ്. ഇനിയിപ്പം നമ്മൾ ഇതാക്കുമ്പോൾ നമ്മളായിട്ട് ബിൽഡപ്പ് ചെയ്യുക, നമ്മളെ തന്നെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കുക. അപ്പം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യലി സെക്യൂർഡ് ആവാനൊക്കെ ഉള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം അത് എൻ്റെ മാത്രം ചിന്തയാണ്, അതാ ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച ലെസൺസ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. സെക്കൻഡ് മാരേജ് ആഗ്രഹിക്കും എന്തായാലും നമുക്കൊരു ഒരു തുണ വേണം, ഒരു ഷോൾഡർ വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാം. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും നല്ലൊരു പാർട്ട്ണർ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എന്താ, അപ്പം ഇതിന് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് ഒരു ആൻസർ തരാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എന്നെക്കൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം മെയിനായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെന്താ, താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. കുറേ സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് പോസിറ്റീവ് കമൻറ്റ് ചെയ്ത് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം. UGC നെറ്റിൻ്റെയും ഇമോഷണലി സ്ട്രോങ് ആയ കാര്യങ്ങളൊക്കെ അതൊക്കെ പറയുമ്പം ക്ലോസ്ഡ് ചാപ്റ്റേഴ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് തിരിച്ച് റീകോൾ ചെയ്തെടുത്ത് പറയുമ്പം കുറച്ച് ടൈം എടുക്കും. അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ ചെയ്യാത്തത്. എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യാൻ നോക്കാം. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ സ്പീഡപ്പായിട്ട് ചെയ്യാൻ നോക്കാം. കാരണം ജൂണിൽ എക്സാം ആയല്ലോ. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെന്താ, അപ്പം അത്രയൊക്കെ തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ്.